കിച്ചണിലെ ജോലി കുറച്ച് വേഗത്തിൽ ചെയ്തു തീർക്കാൻ പറ്റിയ എല്ലാവർക്കും ഉപകാരപ്രദമായ കുറച്ച് ടൈം മാനേജ്മെൻറ്റ് ടിപ്സാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ സാൻഡി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ ടിപ്സ് എല്ലാം ഞാൻ എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്നതാണ്. കിച്ചണിലെ ജോലി ഈസിയാക്കുന്നതിനുള്ള ആദ്യത്തെ ടിപ്പ് നെക്സ്റ്റ് വീക്കിലേക്കുള്ള മീൽ പ്ലാൻ തയ്യാറാക്കുക എന്നതാണ്. നിങ്ങൾക്കൊന്നും മനസ്സിലാകാൻ വേണ്ടി ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇവിടെ ഞാൻ ഇഡലി ദോശ മാവ് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 3 ദിവസം പല വെറൈറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഇഡ്ഡലി, ഒരു ദിവസം ഉത്തപ്പം, ഒരു ദിവസം മുട്ട അപ്പം, അങ്ങനെ 3 ദിവസങ്ങളിൽ ആ ദോശമാവ് യൂസ് ചെയ്യുന്നു. ലഞ്ചും ഡിന്നറും ഓരോരുത്തർക്കും സൗകര്യപ്രദമായ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. രണ്ടാമതായി മീൽ പ്ലാൻ അനുസരിച്ച് നെക്സ്റ്റ് വീക്കിലേക്ക് വാങ്ങിയ ഗ്രോസറി എല്ലാം നമുക്ക് അടുക്കി വയ്ക്കാം. പൊടികളെല്ലാം അതാത് ബോട്ടിലും ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിലും അടുക്കി വയ്ക്കുക. ഞാൻ വെജിറ്റബിൾസ് ഒന്നും വാങ്ങുമ്പോൾ തന്നെ കട്ട് ചെയ്ത് വെക്കാറില്ല. കുക്ക് ചെയ്യുമ്പോൾ വെജിറ്റബിൾ കട്ടർ ഉപയോഗിക്കേണ്ടി വന്നാൽ ആ വീക്കിലേക്ക് അഡീഷണലായിട്ട് മറ്റെന്തെങ്കിലും ഐറ്റം വെജിറ്റബിൾ കട്ടർ ഉപയോഗിച്ച് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് വെക്കാറുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ കുക്കറുണ്ട്. കുക്കർ നമുക്ക് ഒരേ സമയം തന്നെ പല ഐറ്റംസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പുഴുങ്ങിയെടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങിൻ്റെ തൊലി വേഗം നമുക്ക് പൊളിച്ചെടുക്കാം. അതുപോലെ തന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിനുള്ള വെജിറ്റബിൾസ് അതിൻ്റെ മുകളിൽ വേറൊരു പാത്രത്തിൽ വെച്ച് ഒരേ ടൈം ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ സമയവും അതോടൊപ്പം തന്നെ ഗ്യാസും ലാഭിക്കാം. നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് വൃത്തികേടാക്കാതിരിക്കുക. പച്ചക്കറി അരിയുന്ന വേസ്റ്റ് എല്ലാം ഒരൊറ്റ വെസലിലേക്ക് കളക്ട് ചെയ്യാം. കൗണ്ടർ ടോപ്പ് ക്ലീനിങ് ഈസി ആയിട്ട് ചെയ്യാൻ ഇത് സഹായിക്കും. വർക്ക് ഈസിയാക്കാനുള്ള 5ാമത്തെ ടിപ്പ്, നമുക്ക് സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ കട്ടിംഗ് മെഷീൻസ് ഉപയോഗിക്കാം. കിച്ചൺ അപ്ലയൻസസിൻ്റെ എൻ്റെ വീഡിയോയിൽ ഈ മെഷീൻസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള യൂസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കിച്ചണിൽ ഒരു മസാല ബോക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ മസാല ബോട്ടിൽസും ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. ഈ മസാല ബോക്സിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു 7 മസാലകൾ ഫില്ല് ചെയ്ത് വയ്ക്കുക. ഇത് ചെറിയൊരളവിൽ വർക്ക് ഈസിയാക്കും. എൻ്റെ സ്പൈസ് ഓർഗനൈസേഷൻ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കുക്കിംഗ് ഈസിയാക്കാനുള്ള മറ്റൊരു ടിപ്പാണ് കുക്ക് ചെയ്യുമ്പോൾ ബോയിൽഡ് വാട്ടർ ഉപയോഗിക്കുക. ഇത് ടേസ്റ്റ് വർദ്ധിപ്പിച്ച് കുക്കിംഗ് ഈസിയാക്കും. ഇന്ത്യൻ കുക്കിങ്ങിൽ മിക്കവാറും എല്ലാ ഐറ്റംസ് ഉണ്ടാക്കുന്നതിനും നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ സാധാരണയായി ഏതെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ കൂടെ കുറച്ച് കൂടുതലായി ഉണ്ടാക്കി വയ്ക്കുകയാണ് പതിവ്. ഞാനൊരു 1.5 ആഴ്ചത്തേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ്. കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഫ്രീസറിൽ ഐസ് ട്രേയിൽ കീപ്പ് ചെയ്യാൻ പറ്റും. എല്ലാ ഐറ്റം ഉണ്ടാക്കുന്നതിനും 2 ഇൻഗ്രീഡിയൻസും ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ജിഞ്ചറും ഗാർലിക്കും സെപ്പറേറ്റാണ് പേസ്റ്റാക്കി സൂക്ഷിക്കുന്നത്. എപ്പോഴും നമ്മുടെ കുക്കിംഗ് പ്ലേസ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ഫാമിലിക്കും പറ്റുന്ന രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കുക്കിംഗ് പ്ലേസ് അറേഞ്ച് ചെയ്യുക. എൻ്റെ സ്പൈസ് ഓർഗനൈസേഷൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.
കുരുമുളക് പൊടിച്ചത്, ഉലുവ പൊടിച്ചത്, അതുപോലെ തന്നെ ജീരകം പൊടിച്ചത്, പിന്നെ റെഡ് ചില്ലി ക്രഷ് ചെയ്തത്. ഇതെല്ലാം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടി പ്രത്യേകം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് നിൽക്കണ്ട. ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഇത് പൊടിക്കുമ്പോൾ ഇത്തിരി കൂടുതൽ പൊടിച്ച് ഒരു കുപ്പിക്കകത്താക്കി വെച്ചിരുന്നാൽ മതി. നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ കട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുക്ക് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക. ഇത് കുറച്ച് വേഗത്തിൽ ജോലി തീർക്കുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ കിച്ചണിലേക്ക് കുറച്ച് ക്വാളിറ്റി കുക്ക്വെയർ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അത് കുക്കിംഗ് കുറച്ച് ഹെൽത്തി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ കുക്കിങ്ങിന് ഒരു ടൈം വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ആ ദിവസത്തേക്ക് വേണ്ടിയ ഐറ്റംസ് എല്ലാം ആ സെയിം ടൈം തന്നെ കുക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിലെ എല്ലാവരും തേങ്ങ ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിൽ നമുക്ക് ഈസി ആയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു പാത്രത്തിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം. കുക്കിംഗ് പെട്ടെന്ന് ചെയ്യാൻ ഒരു ചെറിയ അളവിൽ നമ്മളെ സഹായിക്കും. കുറച്ച് സമയം ഉപയോഗിച്ച് സ്മാർട്ട് കുക്കിംഗ് ചെയ്യുന്നതിനുള്ള ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്